അമേരിക്ക തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. കാരണം ലോകരാജ്യങ്ങൾ ഓരോന്നായി പിടിച്ചെടുക്കാനോ വിലയ്ക്ക് വാങ്ങിക്കാനോ ഒക്കെ അവർ തീരുമാനമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് കാരണമുണ്ട്. വെനസ്വേലയ്ക്ക് പിന്നാലെ ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ അമേരിക്ക തയ്യാറെടുക്കുന്നു എന്ന രീതിയിൽ വാർത്ത വരുന്നു. ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുന്നതിന് സൈനികാക്രമണം അടക്കം പരിഗണിക്കുന്നുവെന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കുന്നു. ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാനല്ല, അത് വാങ്ങിക്കാനാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കമെന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രതികരിച്ചത്. മധു കൊട്ടാരക്കര വിവരങ്ങളുമായി കൊട്ടാരക്കരയിൽ നിന്ന് ചേരുകയാണ്. ഗുഡ് മോർണിംഗ് മധു. ജീവിതമൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ടല്ലോ? മധു കേൾക്കാൻ കഴിയുന്നുണ്ടോ? മധുവിന് കുഴപ്പമില്ലാതെ പോകുന്നുണ്ടോ? ചായക്കടയൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടോ? ഇനിയിപ്പം അമേരിക്കയിൽ പോകാതെ ഇവിടെ ചായക്കട തുടരുമോ? എനിക്ക് തോന്നുന്നത് മധു പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല. എന്തായാലും വളരെ നിർണായകമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ അമേരിക്കയിലെ പ്രസിഡന്റിൻ്റെ ഓഫീസ് വൈറ്റ് ഹൗസ് ആലോചിക്കുന്നത്. ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കാൻ സൈനികാക്രമണം, അതല്ലെങ്കിൽ വിലയ്ക്ക് വാങ്ങിക്കുക. നമ്മൾ 4 സെൻറ്റ് പുരയിടം വാങ്ങുന്ന പോലുള്ളൊരു ലാഘവത്തോടെയാണ് അമേരിക്കൻ വൈറ്റ് ഹൗസ് വിദേശകാര്യ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറയുന്നത്. ഞങ്ങൾ വിലയ്ക്ക് വാങ്ങിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, ആക്രമിക്കാനല്ല എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു. ഒരു അപകടം പിടിച്ച വഴിയിലൂടെ ഡൊണാൾഡ് ട്രംപ് സഞ്ചരിക്കുന്നു എന്നുള്ളത് ഒരു സ്വതന്ത്രമായ പരമാധികാരമുള്ള രാജ്യങ്ങളിലേക്ക് സൈന്യത്തെ അയച്ച രാജ്യം പിടിച്ചെടുക്കുക എന്ന് പറയുന്ന ഈ ആധുനിക കാലത്തൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഹീനമായ കർമ്മം, അവിടുത്തെ ഹെഡിനെ പിടിച്ച് അമേരിക്ക കൊണ്ടുവരിക, ന്യൂയോർക്കിലെ കോടതിയിൽ നിർത്തുക, ഇതൊക്കെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ലോകരാജ്യങ്ങളൊക്കെ തന്നെ നോക്കുകുത്തികളായി നിൽക്കുന്നു. പലർക്കും ഈ വാണിജ്യ താല്പര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഇതിൽ നേരിട്ട് ഇടപെടാൻ കഴിയുന്നില്ല. മധു കൊട്ടാരക്കര, ഞാൻ ചോദിച്ചെന്താണെന്നറിയുമോ, നമ്മുടെ ചായക്കടയൊക്കെ എങ്ങനെ നടക്കുന്നു? അതോ ഇന്നലത്തെ നമ്മുടെ തീരുമാനത്തോടെ അത് പോയോ? നമ്മൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പ്രധാനപ്പെട്ട ഈ വാർത്തയിലേക്കൊന്ന് പോകണം. അപ്പോൾ ടെലിഫോൺ ലൈനിലാണ് മധു ചേരുന്നത്. പറയൂ മധു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വെനസ്വേലയ്ക്ക് പിന്നാലെ ഗ്രീൻലാൻഡിന്റെ മേൽ അമേരിക്ക അവകാശം ഉന്നയിച്ചിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ ടേമിൽ തന്നെ ഡൊണാൾഡ് ട്രംപ് ഇത്തരം ഒരു അവകാശം ഉന്നയിച്ചിരിക്കുന്നു. രണ്ടാം ടേമിൽ കൂടുതൽ ശക്തനായിട്ട് ഡൊണാൾഡ് ട്രംപ് വന്നതോടുകൂടിയാണ് വെനസ്വേലയ്ക്ക് പിന്നാലെ ഗ്രീൻലാൻഡ് അമേരിക്കയ്ക്ക് വേണമെന്നുള്ള ആവശ്യം വളരെ ശക്തമാക്കുന്നത്. ഇതോടെ യൂറോപ്യൻ രാജ്യങ്ങൾ, അതായത് അമേരിക്കയുടെ സഖ്യകക്ഷികൾ ട്രംപിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ്. എന്നാൽ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇത് സംബന്ധിച്ച് ചില വ്യക്തത ഇന്ന് US കോൺഗ്രസ് പ്രതിനിധികളുമായി സംസാരിച്ചപ്പോൾ നൽകിയിട്ടുണ്ട്. റൂബിയോ പറയുന്നത് ഇത് ഒരു സൈനിക നടപടിയിലൂടെ പിടിച്ചെടുക്കാൻ അമേരിക്കയ്ക്ക് ഉദ്ദേശമല്ല, ഇതൊരു റിയൽ എസ്റ്റേറ്റ് ഡീലായിരിക്കും. ഇത് അമേരിക്കയ്ക്ക് അവകാശപ്പെട്ട ഭൂമി പണം കൊടുത്ത് വാങ്ങുക എന്നുള്ള രീതിയിലാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നീങ്ങുന്നത്. ഇത് സംബന്ധിച്ച് ഡൊണാൾഡ് ട്രംപ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും റൂബിയോ പറയുന്നു. എന്നാൽ പരസ്പര വിരുദ്ധമായ ഒരു പ്രസ്താവനയുമായി ഇന്ന് പിന്നീട് അല്പമണിക്കൂറുകൾക്ക് മുമ്പ് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കാരലിൻ ലെവിറ്റ് വന്നതോടുകൂടി ഇത് എന്താണ് ട്രംപിന്റെ നീക്കം എന്നുള്ളൊരു ആശയക്കുഴപ്പം അന്തരീക്ഷത്തിൽ വന്നിരിക്കുകയാണ്. കാരലിൻ ലെവിറ്റ് പറയുന്നത് ആർട്ടിക് മേഖലയിലെ ശത്രു രാജ്യങ്ങളിൽ നിന്ന് രക്ഷ നേടുവാൻ അമേരിക്കയ്ക്ക് ഈ ഭൂമി കൈവശപ്പെടുത്തിയേ പറ്റൂ. പ്രത്യേകിച്ച് റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ കപ്പലുകൾ അവിടെ നങ്കൂരം വിട്ടുന്ന കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭൂമി വേണം, വേണ്ടി വന്നാൽ ഒരു സൈനിക നടപടി ഉണ്ടായേക്കാം എന്നുള്ളൊരു സൂചനയാണ് വൈറ്റ് ഹൗസ് നൽകുന്നത്. ഇതോടുകൂടി യൂറോപ്യൻ രാജ്യങ്ങളായ പോളണ്ട്, ഇറ്റലി, ഫ്രാൻസും ഒക്കെ ഡെൻമാർക്കിനോടൊപ്പം ഒരു സംയുക്ത പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഡെൻമാർക്കിന്റെ പരമാധികാരം ചോദ്യം ചെയ്യരുത്, അത് പിടിച്ചെടുക്കാനുള്ള നീക്കത്തിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് പിന്മാറണമെന്നാണ് ഇവർ ഈ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ചില റിപ്പബ്ലിക്കൻ അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് രംഗത്തെ പ്രതിനിധികളും ട്രംപിന്റെ നീക്കത്തിനെതിരെ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, വെനസ്വേലയിലും ചില ധാരണകൾ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടവുമായി ആയിട്ടുണ്ട്. ഏതാണ്ട് $2 ബില്യൺ എണ്ണ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുവാൻ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ധാരണയായെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഏതാണ്ട് 35-40 മില്യൺ ബാരലുകൾ എണ്ണ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യാനാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. ഇപ്പോൾ ഷെവ്രോൺ എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിക്ക് മാത്രമാണ് അവിടെ എണ്ണ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുവാനുള്ള അധികാരമുള്ളത്. ഇതോടുകൂടി ചൈനയിലേക്കുള്ള എണ്ണയൊഴുക്ക് തടയപ്പെടും. ഇത് അമേരിക്കയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും വിലയിരുത്തുന്നുണ്ട്. മധു, ശരിക്കും ഈ ഗ്രീൻലാൻഡ് പിടിക്കാനുള്ള അമേരിക്കയുടെ പ്രകോപനം പെട്ടെന്ന് എന്താണ്? അതിനകത്ത് ഈ ട്രേഡ് താല്പര്യം മാത്രമാണോ അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? ഗ്രീൻലാൻഡ് നല്ല ധാതു സമ്പത്തുള്ള ഒരു സ്ഥലമാണ് എന്ന് വരികൾക്കിടയിൽ കൂടെ വായിക്കാം. അത് പക്ഷേ അമേരിക്കയെ സംബന്ധിച്ച് സുരക്ഷാ പ്രശ്നങ്ങൾ ഏറെ ഉള്ളതാണ്. ചൈനയും റഷ്യയും വളരെ ശക്തി പ്രാപിക്കുന്നു. പണ്ടത്തേതുപോലല്ല. ഒരു ആക്രമണത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ചുറ്റിനുമുള്ള ഈ രാജ്യങ്ങളുടെ നിലനിൽപ്പും അമേരിക്കയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ളതാണ്. നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള നമ്മുടെ അതിർത്തിയിൽ നടന്ന ആക്രമണങ്ങൾ. അതുകൊണ്ട് തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യങ്ങൾ മറ്റു രാജ്യങ്ങൾ കയ്യേറുകയോ അതല്ലെങ്കിൽ നമുക്ക് ശത്രുതാപരമായിട്ടുള്ള ഒരു നീക്കം അവിടെ നിന്ന് ഉണ്ടാകാതിരിക്കാനുള്ള പരിരക്ഷയും ഇതോട് ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, താങ്ക് യു മധു. ഇനി ചായക്കടയിലേക്ക് മടങ്ങുക. ഇനി നമുക്ക് നാളെ കാണാം.
താങ്ക് യു മധു കൊട്ടാരക്കര. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.